ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. വിവരങ്ങൾ നൽകും അജീഷ് അല്പസമയത്തിനകം. അജീഷ്, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ മുഖത്ത് നമുക്ക് കാണാം അവർ എത്രയധികം വിഷമിച്ചാണ് ഈ സമരത്തിലേക്ക് കടന്നിട്ടുള്ളത്. കാരണം പലരും കരയുന്നുണ്ട്, പലരുടെയും ഉള്ളിൽ അടക്കം പുറത്തെടുക്കാനെത്താത്ത അത്രയ്ക്കധികം വേദനയുണ്ട്. അത്രയധികം വേദന സഹിച്ചുകൊണ്ടാണ് അവർ ഈ സമരത്തിലേക്ക് കടന്നിട്ടുള്ളത്. തലമുണ്ടനം ചെയ്തവ സമരം ചെയ്യുന്ന ആൾ സമരപ്രവർത്തക കരഞ്ഞുകൊണ്ടാണ് തലമുണ്ടനം ചെയ്തത്. കാരണം അവരുടെ ജീവിതം വഴിമുട്ടിയ ഇനി നന്നായി ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ എത്തിയപ്പോഴാണ് അവർ ഈ സമരവുമായി മുന്നോട്ട് വന്നത്. കഴിഞ്ഞ 50 ദിവസമായി അവർ ഈ സമരം ചെയ്തിട്ടും 12 ദിവസമായി നിരാഹാര പട്ടിണി സമരം കിടന്നിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആശമാരുടെ 50 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലും സമരപരിപാടികൾ നടക്കുകയാണ്. മുടിമുറിച്ചുള്ള സമരത്തിലേക്ക് ആശമാർ കടക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും തങ്ങൾക്ക് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ്. സംസ്ഥാന സർക്കാരാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്ന നിലപാടിലാണ് ആശമാർ അവരുടെ സമരത്തെ കൂടുതൽ ശക്തമായ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മുടിമുറിച്ചുള്ള പ്രതിഷേധ സമരം അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നാണ് ആശമാർ നേരത്തെ പറഞ്ഞത്. തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും 50 ദിവസമായി സമരരംഗത്തുള്ള ആശമാർ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നു. ആശമാരുടെ സമരം മുടിമുറിച്ച് കടുത്ത പ്രതിഷേധ സമരമായി മാറ്റിയിരിക്കുന്നു. ഇതൊരു അവകാശ പോരാട്ടമാണ്, ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനവുമായാണ് മുദ്രാവാക്യ വിളികളുമായി ആശമാർ സമരരംഗത്ത് നിലയുറപ്പിച്ചത്. 50 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായ ഒരു സമീപനവും കാണാത്തതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും ആശമാർ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഈ സമരം അവകാശത്തിന് വേണ്ടിയുള്ള ന്യായമായ ആവശ്യങ്ങളുമാക്ക് വേണ്ടിയുള്ള സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശമാർ കുറെ കൂടി കടുപ്പിച്ച പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഈ സമരം എങ്ങനെയാണ് ഇനി പരിഹരിക്കാൻ പോകുന്നത് എന്നതിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. 50 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരപ്പന്തലിൽ ഇരിക്കുന്ന ആശമാർക്ക് പലതരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് സമരപ്പന്തലിന്റെ മേൽക്കൂര നീക്കുകയും വെയിലത്തും മഴയത്തും മുദ്രാവാക്യം വിളികളുമായി സമരം തുടരുകയും ചെയ്യേണ്ടി വന്ന ദുർഗതി ഈ ആശമാർക്കുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നത്. ഇത് ഏറ്റവും വലിയ ദുർവിധിയാണ് എന്നാണ് ആശമാർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. CPM മുതിർന്ന നേതാക്കൾ തുടക്കത്തിൽ ആശമാരുടെ സമരത്തിന് രാഷ്ട്രീയ പ്രേരണയുണ്ട് എന്ന് ആക്ഷേപിക്കുകയും പരിഹാസ രൂപേണ ആശമാരുടെ സമരത്തെ തള്ളിപ്പറയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആശമാരുടെ സമരത്തെ തള്ളിപ്പറയേണ്ടതില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് ഇതിൽ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന സമീപനം സ്വീകരിച്ചിരുന്നു.
പലവട്ടം സമരക്കാരുമായി ചർച്ചകൾക്ക് ശ്രമമുണ്ടായെങ്കിലും ആ ശ്രമങ്ങളൊക്കെ പാഴായി പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗവും അലസിപ്പിരിയുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായ ഒരു മനോഭാവം ഉണ്ടായില്ല എന്നായിരുന്നു ആ സമയത്ത് ആശമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും സമരരംഗം കൂടുതൽ കലുഷിതമാകുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള ആശമാരുടെ സമരം 50 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ സമരം അവർ മുടി മുറിച്ചുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ കേന്ദ്രങ്ങളിൽ ആശമാർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. നമ്മൾ കാണുന്ന 2 ദൃശ്യങ്ങൾ, ഒന്ന് തിരുവനന്തപുരത്ത് ആശമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന മുടി മുറിച്ചുള്ള പ്രതിഷേധവും മറുഭാഗത്ത് കൊച്ചിയിൽ അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിയിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആശമാരുടെ സമരവുമാണ്. ഏതായാലും കേരളത്തിലുടനീളം ആശമാർക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കാൻ പാകത്തിലേക്ക് ഈ സമരത്തിന്റെ തീക്ഷ്ണത മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. സമരം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള സൂചന തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ പെരുന്നാൾ ദിനത്തിൽ മുടി മുറിച്ചുള്ള പ്രതിഷേധമായിരിക്കും തങ്ങൾ നടത്തുക എന്ന് ആശമാർ നേരത്തെ അറിയിച്ചതാണ്. സംസ്ഥാന സർക്കാർ തങ്ങളെ കേൾക്കാനോ തങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനോ മനസ്സിലാക്കാനോ പരിഹാരം നിർദ്ദേശിക്കാനോ ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്നതാണ് ആശമാരുടെ 50 ദിവസമായി സമരരംഗത്തുള്ളവരുടെ പ്രധാനപ്പെട്ട പരാതിയും ആക്ഷേപവും. ആ പരാതിയിലെ ആക്ഷേപത്തിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മുടി മുറിച്ചുള്ള കടുപ്പിച്ച സമരത്തിലേക്ക് ആശമാർ കടന്നിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, തലമുണ്ടനം ചെയ്ത ഒരു ആശാ വർക്കർ അവരുടെ മുടി കയ്യിലെടുത്തുകൊണ്ട് അവർ വിലപിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്.